നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. പാലക്കാട് കൊല്ലങ്കോട് കാച്ചാംകുറിശ്ശിയിൽ തേനീച്ച ആക്രമണം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. 25ഓളം പേർക്ക് കുത്തേറ്റു. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേർന്നു. പ്രസാദ്, 25ഓളം പേർക്കാണ് ഇങ്ങനെ തേനീച്ച ആക്രമണത്തിൽ കുത്തേറ്റിരിക്കുന്നത്. ഇവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ 8:30 സംഭവം ഉണ്ടാകുന്നത്. കാച്ചാംകുറിശ്ശിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ 60ഓളം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇവരുടെ ആ പ്രദേശത്തെ തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ചുമതലയിലാണ് അവിടെ വന്നത്. രജിസ്റ്ററിൽ ഒപ്പിടുന്നതിന് തൊട്ട് മുമ്പാണ് ഈ തേനീച്ചയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. തേനീച്ചയുടെ കുത്തേറ്റ് 25ഓളം തൊഴിലാളികൾ ആണ് ഈ കുത്തേറ്റിട്ടുള്ളത്. അതിൽ തൊഴിലുറപ്പ് തൊഴിലാളിയായ കമലം ഇവർ തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി. ഈ സമയത്ത് വീടിന്റെ മുന്നിലുണ്ടായിരുന്ന വളർത്തുനായയ്ക്ക് തേനീച്ചയുടെ കുത്തേൽക്കുകയും വളർത്തുനായ പിന്നീട് ചാവുകയും ചെയ്തു. കുത്തേറ്റ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആർക്കും തന്നെ ഗുരുതര പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് അസ്വസ്ഥങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവർ സമീപത്തെ ആശുപത്രിയിൽ ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി. എന്നാൽ എടുത്തു പറയേണ്ടത്, സമീപകാലത്തായി പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കൊല്ലങ്കോട്, കല്ലടിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ തേനീച്ചയുടെ ആക്രമണം ഉണ്ടാകുകയും കല്ലടിക്കോട് കഴിഞ്ഞ ദിവസം ഉണ്ടായ തേനീച്ചയുടെ ആക്രമണത്തിൽ ഒരാൾ ടാപ്പിംഗ് തൊഴിലാളിയായ ഒരു കർഷകൻ മരിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ കാട്ടാന ആക്രമണത്തിൽ തകർന്ന വീടുകളുടെ പുനർനിർമ്മാണത്തിന് നടപടിയില്ല. വീടുകൾ താമസയോഗ്യമല്ലാതായതോടെ ബന്ധുവീടുകളിലും വാടക വീടുകളിലുമാണ് പലരും കഴിയുന്നത്. വനം വകുപ്പ് വാച്ചർ ശക്തിവേൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷമുണ്ടായ പ്രതിഷേധത്തെ തുടർന്നാണ് ഇടുക്കിയിലെ കാട്ടാന ശല്യത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി അരിക്കൊമ്പനെ പിടികൂടി കൂട്ടിലടയ്ക്കാൻ വനം വകുപ്പ് നടപടി തുടങ്ങി. എന്നാൽ കാട്ടാന ആക്രമണം തുടരുകയാണ്. ഒരു മാസത്തിനുള്ളിൽ ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിലായി 13 വീടുകളാണ് കാട്ടാന തകർത്തത്. BL ഡാമിലെ 2 വീടുകൾ വനം വകുപ്പ് പുനർനിർമ്മിച്ചു നൽകി. എന്നാൽ പിന്നീടുള്ള വീടുകൾ നിർമ്മിക്കാൻ ഫണ്ടില്ലെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. വീടുകൾ പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിലൊക്കെ 1-2 വീടുകൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പണിതു കൊടുക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഞങ്ങൾക്ക് ഫണ്ടില്ല, അതുകൊണ്ട് പണിതു കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തീർച്ചയായിട്ടും ദിനംപ്രതി എന്നോണം ഒട്ടേറെ വീടുകളാണ് ഇപ്പോഴും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ ഗവൺമെൻറ്റും ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി ബാക്കിയുള്ളവർക്ക് കൂടി വീടുകൾ പുനർനിർമ്മിച്ചു കൊടുക്കുവാനുള്ള നടപടി ഉണ്ടാകണം. വീടുകൾ വാസയോഗ്യമല്ലാത്തതിനാൽ തോട്ടം തൊഴിലാളികൾ താൽക്കാലികമായി വാടക വീടെടുത്തും ബന്ധുവീടുകളിലുമാണ് കഴിയുന്നത്. ആന ഇടിച്ച് തള്ളിയതാണ്. ഒന്നും നടപടിക്ക് എടുത്തിട്ടില്ല. സർക്കാർ എങ്ങനെയെങ്കിലും ഇതൊന്ന് പരിഹാരം ചെയ്ത് ഒന്ന് പണിത് കൊടുക്കണം. അല്ലെങ്കിൽ താമസിക്കാൻ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. താമസിക്കാൻ ആളില്ല. ഇപ്പോൾ പണിയില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയേക്കാണ്. പ്രതിഷേധത്തെ തുടർന്ന് 2 വീടുകൾ വനംവകുപ്പ് പുനർനിർമ്മിച്ചു നൽകിയെങ്കിലും ഇതിനുള്ള ഫണ്ടും സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ലെന്നാണ് സൂചന. ആനകളെ പിടികൂടാൻ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം നഷ്ടപരിഹാരത്തുക വിതരണം വേഗത്തിലാക്കിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. കോട്ടയം ചങ്ങനാശ്ശേരി തുരുത്തിയിൽ MC റോഡിൽ ഇടഞ്ഞ ആനയെ മയക്കുവെടിവെച്ചു. വാഴപ്പള്ളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെയാണ് ആന ഇടഞ്ഞത്. ഇതേ തുടർന്ന് MC റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം കല്ലമ്പലത്ത് കഴിഞ്ഞ ദിവസം കാർ പാഞ്ഞുകയറി വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ. കൊല്ലം ഈഞ്ചവിള ചിറ്റയം സ്വദേശി ബിജുവാണ് അറസ്റ്റിലായത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് കേസ്. കാറിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് പോലീസ് അറിയിച്ചു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നയാൾ അപകടനില തരണം ചെയ്തു. അപകടത്തിൽ മരിച്ച ശ്രേഷ്ഠയുടെ സംസ്കാരം ഇന്ന് നടക്കും. ഇന്നലെ വൈകിട്ടാണ് കൊല്ലം ഭാഗത്തു നിന്ന് വന്ന കാർ ബസ്സിലിടിച്ച ശേഷം വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പാഞ്ഞുകയറിയത്. തൃശൂർ കൈപ്പറമ്പ് പഞ്ചായത്തിൽ പട്ടികജാതി കുടുംബത്തിന് സൗജന്യമായി ലഭിച്ച കുടിവെള്ള കണക്ഷൻ വിച്ഛേദിച്ചു. 17 വർഷം മുൻപ് പഞ്ചായത്തിന്റെ പ്രത്യേക പദ്ധതിയിലൂടെ ലഭിച്ച സൗജന്യ കുടിവെള്ള കണക്ഷനാണ് ഗുണഭോക്തൃ സമിതി വിച്ഛേദിച്ചത്. കൈപ്പറമ്പ് പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഉൾപ്പെട്ട പേരാമംഗലം സ്വദേശിനി സാവിത്രിയുടെ വീട്ടിലേക്കുള്ള വാട്ടർ കണക്ഷനാണ് ആഴ്ചകൾക്ക് മുൻപ് ഗുണഭോക്തൃ സമിതി വിച്ഛേദിച്ചത്. കണക്ഷൻ തുടരണമെങ്കിൽ 2500 രൂപ അടയ്ക്കണമെന്ന് വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടതായി ഇവർ പറയുന്നു. എന്നാൽ 17 വർഷം മുമ്പ് സൗജന്യമായി ലഭിച്ച കണക്ഷനാണിതെന്നും പിന്നെന്തിന് വീണ്ടും പണമടയ്ക്കണമെന്നും സാവിത്രിയും കുടുംബവും ചോദിക്കുന്നു. പണമടയ്ക്കാൻ സാവകാശം ചോദിച്ചെങ്കിലും
കൃത്യമായ മറുപടിയില്ലാതെ ഇവരുടെ കണക്ഷൻ വിച്ഛേദിച്ചുവെന്നാണ് പരാതി. ഗുണഭോക്താക്കളാണ് അടയ്ക്കണ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇപ്പോൾ പഞ്ചായത്തല്ല, അപ്പം അതുകൊണ്ട് ആ പൈസ നിങ്ങൾ കെട്ടണം. പക്ഷെ SC-കാർക്ക് സൗജന്യമായി കിട്ടിയിട്ടുള്ള ആ ഒരു കാര്യം അവർ പറയുന്നില്ല. അതിപ്പോ ആരോട് പറയണത്? കുടിവെള്ള കണക്ഷൻ വിച്ഛേദിച്ചതോടെ സാവിത്രിയും കുടുംബവും ഏറെ ദുരിതത്തിലാണ്. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അലക്കാനും ബാത്റൂമിലേക്ക് ഇതിന്റെ കണക്ഷനാണ് ഞങ്ങൾ ബക്കറ്റിൽ നിറച്ച് അവിടെ വെച്ച് കുട്ടികൾക്ക് ഇതിനൊക്കെ ചെയ്യണം. പിന്നെ അലക്കാൻ, പിന്നെ പാത്രം കഴുകാൻ. കിണറ്റിലെ വെള്ളം ഇപ്പോൾ പറ്റും, മാർച്ച് മാസമായാൽ പറ്റും. എനിക്ക് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് കുടിവെള്ളം കൊണ്ടുവരിക. ഇതിപ്പോ പാട പോലെ വരുന്ന കാരണം കുടിയില്ലേ, പാപ്പന്റെ വീട്ടിൽ നിന്ന് കുടിവെള്ളം കൊണ്ടുവരിക. 7 മാസത്തെ കുടിശ്ശിക ഉള്ളതിനാൽ ഗുണഭോക്തൃ സമിതി ഇവരുടെ കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് വാർഡ് മെമ്പർ ജോയ്സി ഷാജൻ പ്രതികരിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ച കുടിവെള്ള കണക്ഷന് 2500 രൂപ എന്തിന് വീണ്ടും അടക്കണമെന്ന ചോദ്യത്തിന് ഗുണഭോക്തൃ സമിതിയാണ് ഇക്കാര്യം പരിശോധിക്കേണ്ടതെന്നും ഇവർ പറയുന്നു. സംഭവത്തിൽ കുടിവെള്ള കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട സാവിത്രി പട്ടികജാതി പട്ടികവർഗ ക്ഷേമവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. തൃശൂർ ദേശമംഗലം കൊണ്ടയൂരിൽ യുവാവ് സഹോദരനെ കുത്തിക്കൊന്നു. പതിപ്പറമ്പിൽ സുബ്രഹ്മണ്യനാണ് കൊല്ലപ്പെട്ടത്. കൊണ്ടയൂർ വെളിയാട് പ്രദേശത്താണ് സംഭവം. പ്രതി സുരേഷിനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാറിലെ റിസോർട്ടിൽ നിന്നും ശുചിമുറി മാലിന്യം മുതിരപ്പുഴയാറിന്റെ കൈവഴിയായ തോട്ടിലേക്ക് ഒഴുക്കുന്നുവെന്ന് പരാതി. അസഹനീയമായ ദുർഗന്ധം വമിച്ചതോടെയാണ് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തിയത്. മുതിരപ്പുഴയാറിന്റെ സംരക്ഷണത്തിനായി ഒട്ടേറെ പദ്ധതികളാണ് മൂന്നാർ പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത്. പക്ഷേ മാലിന്യപ്രശ്നം തുടർന്നിരുന്നു. വേനലായതോടെ പുഴയിൽ വെള്ളം കുറഞ്ഞു. ഇതോടെ മാലിന്യം കെട്ടിനിൽക്കുന്ന സ്ഥിതിയായി. ഇതിനിടയിലാണ് ആറിന്റെ കൈവഴികളിൽ മാലിന്യം ഒഴുക്കുന്നത് കണ്ടെത്തിയത്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ജലാശയമാണ് ഇതോടെ മലിനമായത്. പള്ളിവാസലിന്റെ താഴെ ആയിരക്കണക്കാണ് ആൾക്കാർ കുടിവെള്ളമായിട്ട് യൂസ് ചെയ്യുന്ന മുതിരപ്പുഴ ആറ്റിലെ ഇങ്ങനെ മനഃപൂർവ്വം കക്കൂസ് മാലിന്യങ്ങൾ വലിച്ചിടുകയും ഇതിനെ പഞ്ചായത്ത് അധികാരികൾ നോക്കിയിട്ടും തക്കതായിട്ടുള്ള നടപടിയെടുക്കാതെ അനാസ്ഥയായിട്ട് വിടുകയാണ്. ഇതിനെതിരായിട്ട് പൊതുജനങ്ങളെ വിളിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം മുൻവയ്ക്കുകയാണ്. രാത്രികാലങ്ങളിലാണ് മാലിന്യം പുറത്തേക്കൊഴുക്കുന്നത്. റിസോർട്ടുകളിൽ നിന്ന് മാലിന്യം തള്ളിയിട്ടും ഗ്രാമപഞ്ചായത്ത് കാര്യമായി നടപടിയെടുക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 മൂന്നാർ. കണ്ണൂർ ഇരിട്ടിയിൽ കോളേജ് സ്ഥാപിക്കുന്നതിനായി ട്രസ്റ്റ് വാങ്ങിയ ഭൂമി തിരികെ ആവശ്യപ്പെട്ട് ഭൂമിയുടെ അവകാശികൾ രംഗത്ത്. കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് തങ്ങളെ പറ്റിക്കുകയാണെന്നാരോപിച്ചാണ് ഇവർ ഇരിട്ടി ടൗണിൽ സത്യാഗ്രഹം നടത്തുന്നത്. ഇരിട്ടി സ്വദേശികളായ രാമചന്ദ്രനും ജനാർദ്ദനുമാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രംഗത്തെത്തിയത്. ഇവരുടെ സ്വത്ത് വ്യാജരേഖ ചമച്ച് ചില കോൺഗ്രസ് നേതാക്കൾ കോളനിയാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൈക്കലാക്കിയെന്നാണ് ആരോപണം. 2015 ഭൂമി കോളേജിനാണ് എന്ന് വിശ്വസിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കൈമാറിയത്. എന്നാൽ ഇതുവരെയും കോളേജ് സ്ഥാപിക്കാതെ ഇവിടെ ചെങ്കൽ ഖനനം നടത്തുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. കോളേജിന്റെ പേരിൽ സ്ഥലം വാങ്ങിയിട്ട് 8 കൊല്ലമായി കോളേജും ഇല്ല. പിന്നെ 5 ഏക്കർ കോളേജ് എന്ന് പറഞ്ഞു കൊടുത്തു. 10 സെന്റ് ഇന്ദിരക്ക് സ്മാരകം എന്ന് പറഞ്ഞു. സ്മാരകം എന്ന് പറഞ്ഞ സ്ഥലവും ഈ മധ്യസ്ഥം പറഞ്ഞ ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് വർഗീസ് കല്ലുകൊത്തി 5 ഏക്കറയിൽ ഏകദേശം 3 ഏക്കറോളം കല്ലുകൊത്തി കോടികൾ സമ്പാദിച്ചു. കോളേജിൽ എന്നതുകൂടാതെ ഇന്ദിരാഗാന്ധി സ്മാരകം സ്ഥാപിക്കാൻ എന്ന പേരിലും 10 സെന്റ് കോൺഗ്രസ് നേതാക്കൾ കൈക്കലാക്കിയെന്നും ഇവർ ആരോപിക്കുന്നു. ഞങ്ങൾ എല്ലാവരുടെയും കൈ നീട്ടെന്ന് പറഞ്ഞാൽ പിന്നെ സതീശൻ്റെ അടുക്ക ഓപ്പോസിഷൻ ലീഡർ എടുക്കാൻ ഞങ്ങൾ അപ്ലൈ ചെയ്ത് ഞാൻ രാത്രി വിളിച്ചപ്പോൾ അങ്ങനെ ഇതൊന്നും ഞങ്ങളുടെ പണിയല്ല എന്ന് പറഞ്ഞാൽ ലൈന് കട്ട് ചെയ്തിരിക്കുന്ന സാമാന്യ മര്യാദയും കൂടെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. വേണുഗോപാലിൻ്റെ രാഹുൽ ഗാന്ധിൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങൾ അയച്ചു കൊടുത്തു. ഇതുവരെ ഒരു അനുകൂലമായിട്ടുള്ള മറുപടി പാർട്ടി ആസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനത്ത് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങൾക്ക് മാനസികമായിട്ട് ഈ സ്ഥിതി കണ്ടിന്യൂസ് ആയിപ്പോട്ട് വി ആർ ഗോയിങ് ടു കമ്മിറ്റ് സൂയിസൈഡ്. പ്രശ്നം കോടതിയിലെത്തിയപ്പോൾ സണ്ണി ജോസഫ് MLA അടക്കമുള്ളവർ ഇടപെട്ടു. മധ്യസ്ഥതയിൽ ഭൂമി തിരികെ നൽകാൻ ധാരണയായി. അതും നടന്നില്ല. ഇതേ തുടർന്നാണ് കഴിഞ്ഞ 60 ദിവസത്തിലേറെയായി രാമചന്ദ്രനും ജനാർദ്ദനും ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സത്യഗ്രഹ സമരം നടത്തുന്നത്. ന്യൂസ് 18 ഇരിട്ടി. റെക്കോർഡ് നേട്ടത്തിലാണ് മലപ്പുറം മൂർക്കനാട് സ്വദേശി ഹിഷ്മ. മലബാർ കലാപത്തെക്കുറിച്ച് കുഞ്ഞൻ പുസ്തകം തയ്യാറാക്കിയതാണ് ഈ നേട്ടത്തിന് കാരണം. കറുത്ത മഷിയിൽ അച്ചടിയെ വെല്ലുന്ന കൈയെഴുത്തുമായാണ് ഹിഷ്മ എന്ന +2 വിദ്യാർത്ഥിനി ഈ കുഞ്ഞൻ പുസ്തകം നിർമ്മിച്ചത്. പുസ്തകത്തിൽ കുറിച്ചതാകട്ടെ മലബാറിന്റെ ചരിത്ര ഏടുകളിലെ സുപ്രധാന സംഭവമായ മലബാർ കലാപവും. ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നതും കാര്യങ്ങളൊക്കെ ചെയ്തത് ഞങ്ങളെ കോളേജിലെ പ്രിൻസിപ്പളാണ്, ഷെഫീഖ് സാറാണ്. ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്.
പിന്നെ അതുപോലെ എല്ലാ അധ്യാപകന്മാരും ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യും. വീട്ടുകാരും ഇഷ്ടപ്പെട്ട വിഷയം ചരിത്രം പഠിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞാൻ ഇങ്ങനെ ഇത് തിരഞ്ഞെടുത്തു. 2.5 സെന്റിമീറ്റർ നീളവും വീതിയും 3.1 സെന്റിമീറ്റർ കനവും ഉള്ളതാണ് കൈയെഴുത്ത് പുസ്തകം. മലബാർ 1921-22 എന്ന പേരിലാണ് പുസ്തകം. കരിപ്പറമ്പ് ഫാത്തിമ ഇസ്ലാമിക് കോളേജ് വിദ്യാർത്ഥിനിയായ ഹിഷ്മയുടെ 250 പേജുകൾ ഉള്ള പുസ്തകത്തിൽ 1921 മുതൽ 1922 വരെ നടന്ന മലബാർ കലാപവും അനന്തര സംഭവങ്ങളുമാണ് പ്രതിപാദിക്കുന്നത്. ബുക്ക് ഏറ്റവും ചെറിയൊരു ബുക്കാണ്. ഇന്ത്യയിലെ തന്നെ കുറേ മലബാർ കലാപത്തെക്കുറിച്ച് എഴുതിയതാണ് ഈ ബുക്ക്. 1921 മുതൽ 1922 വരെയുള്ള മലബാർ കലാപത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. ചെറിയൊരു ബുക്കാണ്. 201 പേജാണ് ഇതിൽ ടോട്ടലായിട്ടുള്ളത്. മകളുടെ നേട്ടത്തിൽ അഭിമാനമെന്ന് കുടുംബം. ഞാനൊരു ഉമ്മ എന്നുള്ളതിൽ പിന്നെ നല്ലൊരു അഭിമാനമുണ്ട്. അവൾക്ക് എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. പറയുന്നത് IAS ആവണം എന്നുള്ളതാണ്. അതിന് ശ്രമിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ചരിത്രം ഏറെ ഇഷ്ടപ്പെടുന്ന ഹിഷ്മയ്ക്ക് ഇനിയും ഏറെ റെക്കോർഡുകൾ നേടണമെന്നതാണ് ആഗ്രഹം. ന്യൂസ് 18 തിരൂർ. കനത്ത ചൂടിൽ യാത്രക്കാരുടെ ദാഹമകറ്റാൻ വഴിയോരത്ത് കച്ചവടം നടത്തുന്ന ഒരു യുവതിയെക്കുറിച്ചാണ് ഇനി. കണ്ണൂർ തളിപ്പടുമ്പ് നാടുകാണിയിലെ പ്ലാന്റേഷൻ ഓഫീസിന് സമീപത്താണ് നടുവിൽ സ്വദേശിനിയായ റീന കച്ചവടം പൊടിപൊടിക്കുന്നത്. 3 മാസം മുമ്പാണ് ഇങ്ങനെയൊരു ആശയം മനസ്സിലുദിച്ചത്. പിന്നെ ഒട്ടും വൈകിയില്ല. നാടുകാണിയിലെ റോഡരികിൽ തണൽമരത്തിന് ചുവട്ടിലായി ഒരു മേശയും കസേരയും ഇട്ടു. ആദ്യം മോരുവെള്ളത്തിലായിരുന്നു തുടക്കം. മകളുമായാണ് ആദ്യ ദിവസം കച്ചവടത്തിനെത്തിയത്. അന്നത്തെ കച്ചവടം തരക്കേടില്ലാത്തതിനാൽ ഒരാഴ്ചക്കുള്ളിൽ സർബത്തും ഉപ്പിലിട്ട വിഭവങ്ങളുമെല്ലാം വിൽപ്പനയ്ക്കായി എത്തിച്ചു. സർബത്തുണ്ട്, അതിൻ്റെ ഓരോ ഫ്ലേവറായിട്ട്. പിന്നെ മോര്, നാടൻ മോര്, വത്തക്ക അന്നേരം മുറിച്ചിട്ട് ഓരോന്ന് മുറിച്ചിട്ട് കൊടുക്കും. പിന്നെ ഉപ്പിലിടുന്ന ഐറ്റംസ് നെല്ലിക്ക, മാങ്ങ, പിന്നെ പൈനാപ്പിൾ, ക്യാരറ്റ്, ചോച്ചോ എന്ന് പറഞ്ഞ സാധനം. 6 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചതോടെ കുടുംബത്തിന്റെ മുഴുവൻ ബാധ്യതയും റീനയുടെ ചുമലിലായി. നേരത്തെ ചെയ്തിരുന്ന മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നിന്നും വരുമാനം കുറഞ്ഞതോടെയാണ് ഈ സംരംഭത്തിലേക്ക് തിരിഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ചിലരുടെ വിജയഗാഥകൾ കണ്ടതും പ്രചോദനമായി. ഫേസ്ബുക്ക് തുറന്നു നോക്കുമ്പം നമ്മളെ പോലെയുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ എറണാകുളം അങ്ങോട്ടുള്ള രാജ്യത്ത് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പം അത് കണ്ടിട്ട് അങ്ങനെ നമ്മളെ നാട്ടിലും ചെയ്യാം. അപ്പം പിന്നെ പ്രേക്ഷകരിടുന്ന കമൻറ്റും നോക്കി. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് മോശം പറയുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ എനിക്ക് എന്തോ ഒരു വിഷമമാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതേപോലെയുള്ള ഇത് വരണം, അത് നല്ല കാര്യമാണെന്നൊക്കെ പ്രേക്ഷകർ പറഞ്ഞപ്പോൾ നമുക്ക് അതൊരു ദോഷമായിട്ട് തോന്നിയില്ല. അമ്മ ലിസിയും റീനയോടൊപ്പം സഹായത്തിനുണ്ട്. രാവിലെ 10 മണിയോടെ തുടങ്ങുന്ന കച്ചവടം സന്ധ്യയാകുന്നതോടെ അവസാനിക്കും. ജനങ്ങളുടെ സഹകരണങ്ങൾ ആവോളമുണ്ടെന്നും റീന പറയുന്നു. കുടുംബം പുലർത്താനും മക്കളെ പഠിപ്പിക്കാനും ഒക്കെയായി ഈ വഴിയോര കച്ചവടത്തിൽ നിന്നും കുഴപ്പമില്ലാത്ത വരുമാനം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ച് കൂടുതൽ വിഭവങ്ങൾ കൂടി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റീന. ന്യൂസ് 18 ആലക്കോട്. നാട്ടുവർത്തമാനം തുടരുന്നു. കൊല്ലം ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവം വർണ്ണാഭമായ കെട്ടുകാഴ്ചയോടെ സമാപിച്ചു. ഭക്തിസാന്ദ്രമായ എഴുന്നള്ളത്തും നടന്നു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നാടിന്റെ പൂർണ്ണ പങ്കാളിത്തത്തോടെ ഇത്ര വലിയ ആഘോഷം നടന്നത്. കൊല്ലം ജില്ലയിലെ തന്നെ ഏറെ പ്രശസ്തമായ ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിനാണ് വമ്പൻ കെട്ടുകാഴ്ചയുടെ അകമ്പടിയോടെ സമാപനമായത്. വൈകിട്ട് 4 മണിയോടെ തന്നെ താലൂക്കാസ്ഥാനമായ ശാസ്താംകോട്ടയിലേക്ക് നാടൊന്നാകെ ഒഴുകിയെത്തി. മനക്കര കിഴക്ക്, മനക്കര പടിഞ്ഞാറ്, മനക്കര വടക്ക്, കന്നിമേൽക്കര, പള്ളിശ്ശേരിക്കൽക്കര ഉൾപ്പെടെ വിവിധ യുവജന സമിതികളുടെ വർണ്ണാഭമായ കെട്ടുകാഴ്ച കാണാൻ പതിനായിരങ്ങളാണ് ശാസ്താംകോട്ടയിലേക്ക് എത്തിയത്. അലങ്കരിച്ച എടുപ്പ് കാളകളും കുതിരകളും വൈവിധ്യമാർന്ന ഫ്ലോട്ടുകളും ഗജവീരന്മാരും ഉത്സവത്തിന് മാറ്റുകൂട്ടി. ക്ഷേത്രം മുതൽ ഫിൽട്ടർ ഹൗസ് വരെയുള്ള എഴുന്നള്ളത്തിനും തിരിച്ചെഴുന്നള്ളത്തിനും സാക്ഷിയാകാൻ സാധിച്ചതിന്റെ നിർവൃതിയിൽ ഇനി 1 വർഷത്തെ കാത്തിരിപ്പിലേക്ക് ദേശിംഗ നാട്ടുകാർ.
ന്യൂസ് 18 ശാസ്താംകോട്ട. ഇനി നോക്കാം കാർഷിക കേരളം. കോഴിക്കോട് മുക്കം നഗരസഭയിൽ വേനൽക്കാല പച്ചക്കറി കൃഷിക്ക് തുടക്കം. വിവിധ സംഘങ്ങളുടെ കീഴിൽ രണ്ടാം ഘട്ട ക്ലസ്റ്റർ പച്ചക്കറി കൃഷിയാണ് നടത്തുന്നത്. വേനൽക്കാല രണ്ടാം ഘട്ട പച്ചക്കറി കൃഷിക്കാണ് മുക്കം നഗരസഭയിൽ തുടക്കമായത്. വിവിധ കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് കൃഷി. വെള്ളരി, വെണ്ട, തക്കാളി, പച്ചമുളക്, വഴുതന തുടങ്ങിയ പച്ചക്കറികളാണ് ഇവിടെ വിളയിക്കുന്നത്. നേരത്തെയും സംഘത്തിന് കീഴിൽ പച്ചക്കറി, കരനെൽ ഉൾപ്പെടെയുള്ളവ കൃഷി ചെയ്തിരുന്നു. മുക്കം കൃഷിഭവനും നഗരസഭയുടെ സഹായത്തോടുകൂടെ വേനൽക്കാല പച്ചക്കറി കൃഷിയാണ്. ഇതിന് ഒന്നാം ഘട്ടം ഓൾറെഡി കഴിയാറായി. ഇപ്പോൾ രണ്ടാം ഘട്ടം സ്റ്റാർട്ട് ചെയ്തതാണ്. വേനൽക്കാല പച്ചക്കറി കൃഷി ഇറക്കുന്ന കർഷകർക്ക് 1 ഹെക്ടറിന് 25,000 രൂപ സബ്സിഡിയും ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിൽ നിന്ന് 25,000 രൂപയും വിത്ത്, വളം, കൂലി ചെലവ് എന്നിവയ്ക്കായി സബ്സിഡി നൽകുകയും കർഷകർക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് മുക്കം കൃഷി ഓഫീസർ ടിൻസി പറഞ്ഞു. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് നഗരസഭയുടെ കീഴിൽ 1 ഹെക്ടറിന് 22,000 രൂപ വരെയും വിവിധ വിത്ത്, വളം, കൂലിച്ചെലവ് ഇനങ്ങളിലായി സബ്സിഡി നൽകി കർഷകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സൗമിൻ കർഷക സംഘത്തിന്റെ വേനൽക്കാല പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. ന്യൂസ് 18 മുക്കം. അടുക്കളത്തോട്ടത്തിലൂടെ പച്ചക്കറി കൃഷിയെ നെഞ്ചിലേറ്റി വിജയം നേടി ഇടുക്കിയിലെ കർഷകർ. സംസ്ഥാനതല അംഗീകാരം വരെ ലഭിച്ച ബിൻസി ജെയിംസ് ആണ് വണ്ടിപ്പെരിയാർ വള്ളക്കടവിന് സമീപം സ്ഥലം പാട്ടത്തിനെടുത്ത് ഫാം നടത്തുന്നത്. നിരവധി സഞ്ചാരികളും ഇവരുടെ കൃഷിരീതി കണ്ടുപഠിക്കാൻ എത്തുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. 9ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായി കൂലിപ്പണി ചെയ്തിരുന്നു ബിൻസി ജെയിംസ്. വിവാഹശേഷം അടുക്കളത്തോട്ടത്തിലൂടെയാണ് പച്ചക്കറി കൃഷിയിലേക്ക് എത്തുന്നത്. കുമളിയിലെ താമസകാലത്ത് അവിടുത്തെ പള്ളിവക സ്ഥലം പാട്ടത്തിനെടുത്തു. വിഷവിമുക്ത പച്ചക്കറിയുടെ ആവശ്യകത തിരിച്ചറിഞ്ഞു. പച്ചക്കറികൾ ജനങ്ങളിലെത്തിക്കാൻ കൃഷി വ്യാപകമാക്കി. ചെറിയ രീതിയിൽ കൃഷി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ രീതിയിലേക്ക് ഒരു 2 ഏക്കർ കൃഷി സ്ഥലം എടുത്ത് ചെയ്യുന്ന രീതിയിലേക്ക് മാറി. അത് കുമളി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ ആ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് എനിക്ക് വനിതാ കർഷകർക്ക് കിട്ടുന്ന കർഷക തിലകം അവാർഡ്, സംസ്ഥാന അവാർഡ് ലഭിച്ചത്. ബിൻസിയെ തേടി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ മികച്ച കർഷകയ്ക്കുള്ള അവാർഡും എത്തി. പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ മികച്ച വനിതാ പച്ചക്കറി കർഷകയ്ക്കുള്ള അവാർഡും ലഭിച്ചു. കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് താമസം മാറിയ ബിൻസി ജെയിംസ് പച്ചക്കറി കൃഷിയുടെ പുതിയ തലം കണ്ടെത്തുകയായിരുന്നു. ഇത്തവണ ഫാം ടൂറിസം രീതിയിലാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. നിരവധി വിനോദസഞ്ചാരികൾ ഫാം സന്ദർശിക്കുന്നുമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് തുടക്കം. ക്ഷേത്രം തന്ത്രി ക്രാമ്പത്തില്ലത്ത് രാജേഷ് നമ്പൂതിരി കൊടിയേറ്റിയതോടെയാണ് 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായത്. കൊടിയേറ്റ ചടങ്ങുകൾ പൂർത്തിയായപ്പോഴേക്കും അഭിഷേകത്തിനുള്ള പാലുമായി കിഴക്കേവരി പടിയിറങ്ങി പാലമൃദ്ധൻ ക്ഷേത്രത്തിലെത്തി. ഉത്സവാരംഭത്തിന് സാക്ഷ്യം വഹിക്കാനും ക്ഷേത്ര ദർശനത്തിനുമായി രാവിലെ മുതൽ ഭക്തജന തിരക്ക് വലിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും പൂക്കോത്തുനടിയിൽ ശ്രീകൃഷ്ണ ബാലരാമ വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള തിടമ്പ് നൃത്തം നടക്കും. ഈ മാസം 20-ന് കൂടിപ്പിരിയലോടെയാണ് ഉത്സവം സമാപിക്കുക. ഇടുക്കി മണിയാറൻകുടി ആദിവാസി ഊരിൽ കാലാവൂട്ട് മഹോത്സവവും പരമ്പരാഗത കലാരൂപമായ ആദിവാസി കൂത്തും നടന്നു. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ചടങ്ങിൽ കോവിൽമല രാജാവ് രാമൻ രാജ മന്നാൻ മുഖ്യാതിഥിയായിരുന്നു. മണിയാറൻകുടി ആദിവാസി മേഖലയിൽ പരമ്പരാഗതമായി നടത്തിവരുന്നതാണ് ആദിവാസി കൂത്തും കാലാവൂട്ട് മഹോത്സവവും. മന്നാൻ സമുദായത്തിന്റെ വിശ്വാസപ്രകാരം വിളവെടുപ്പ് മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് ചടങ്ങുകൾ നടത്തുന്നത്. പൂർവികരെയും മലദൈവങ്ങളെയും പ്രീതിപ്പെടുത്തുമെന്ന വിശ്വാസത്തിലാണ് ആദിവാസി കൂത്ത് നടത്തുന്നത്. വൈകിട്ട് ആരംഭിക്കുന്ന ചടങ്ങുകൾ പുലർച്ചെ വരെ നീളും. ഇടുക്കിയിലെ 46 ആദിവാസി ഊരുകളിൽ നിന്നുള്ളവർ മണിയാറൻകുടിയിലേക്കെത്തി. മണിയാറൻകുടി ഊരുമൂപ്പൻ എസ് രവിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകളിൽ കോവിലന്മല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യാതിഥിയായി. ആരാധനാമൂർത്തികൾക്ക് സദ്യ വിളമ്പിക്കൊണ്ട് അവരുടെ അനുഗ്രഹം നേടാനായി, അങ്ങനെ ഒരു പ്രീതി ലഭിക്കാനായി നടത്തിവരുന്ന ഒരു മഹോത്സവമാണിത്. ന്യൂസ് 18 ഇടുക്കി. കായംകുളം പുള്ളിക്കണക്ക് NSS ഹൈസ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ആൻഡ് ഹാപ്പി ഡ്രിങ്ക് സംഘടിപ്പിച്ചു. കുട്ടികളിൽ നാടൻ ഭക്ഷണപാനീയങ്ങൾ പരിചയപ്പെടുത്തുകയായിരുന്നു പരിപാടിയുടെ ഉദ്ദേശം. കുട്ടികൾ വീടുകളിൽ പാകം ചെയ്തെത്തിച്ച ഭക്ഷണപാനീയങ്ങളാണ് ഫെസ്റ്റിവലിൽ അണിനിരത്തിയത്.
ഫുഡ് ഫെസ്റ്റ് ആൻഡ് ഹാപ്പി ഡ്രിങ്ക് എന്ന പേരിലായിരുന്നു പരിപാടി. വിവിധതരം പുട്ടുകൾ, ഇലയട, കൊഴുക്കട്ട, കൽത്തപ്പം, കിണ്ണത്തപ്പം, കുഞ്ഞിപ്പത്തൽ തുടങ്ങി ഒട്ടേറെ കൊതിയൂറും വിഭവങ്ങൾ മേളയുടെ ഭാഗമായി. കപ്പ, ചീനി, ചേമ്പ്, മധുരക്കിഴങ്ങ് തുടങ്ങിയവയും സ്കൂളുകളിൽ തയ്യാറാക്കിയ നാടൻ പാനീയങ്ങളും വ്യത്യസ്തമായി. ജങ്ക് ഫുഡിന്റെ ഉപഭോഗം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഇത് ഏറ്റവും നല്ലൊരു ബോധവൽക്കരണം തന്നെയാണ്. നല്ല സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. സ്വാഭാവികമായ ഡ്രിങ്ക്സ്, പാനീയങ്ങളാണ് ഇതിനകത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ നാടൻ പലഹാരങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റാഗി, മില്ലറ്റ് ചേർന്ന പലഹാരങ്ങൾ, ധാന്യ പലഹാരങ്ങൾ എന്നിവയൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിരവധി പേരാണ് പരിപാടിയുടെ ഭാഗമായത്. കായംകുളം BPC ദീപ എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുരേഷ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 കായംകുളം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.